ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 29-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഓടിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് വീടിൻ്റെ അടുത്തുള്ള സൊസൈറ്റിയിൽ സഹകരണ ബാങ്കിൽ ഓട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് പോയി. പിന്നെ വേറെ പേഴ്സണലായിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിയായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓരോന്നായിട്ട്. നമുക്ക് ആദ്യം യാത്രയിൽ നിന്നാണ് തുടക്കം. എപ്പോഴും അടിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ യാത്രയിൽ ഉപയോഗിച്ചേക്കുന്നത് ഇത് തന്നെയാണ്. യൂബറിൽ വന്നേക്കണ റഡാർ സിസ്റ്റം തന്നെയാണ് യാത്രയിലും വന്നേക്കണമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരേ ടൈമിൽ 5 പേർക്കാണ് ട്രിപ്പ് പോണത്. അതിൽ ആദ്യം ആരാ സെറ്റ് ചെയ്യണത്, പക്ഷേ ആദ്യം ആരാണ് ട്രിപ്പ് എടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് കിട്ടും. പക്ഷേ യൂബറിൽ ഞാൻ ഇതുവരെ വന്നിട്ട് പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ കൈ വെച്ചിട്ട് പോലും കിട്ടില്ല. ഇനി അത് പിന്നെ യാത്രയിൽ വീണ്ടും അത് പിന്നെയും കിട്ടുന്നുണ്ട്. ചില സമയത്ത് കിട്ടി, ചില സമയത്ത് കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ നോക്കാതെ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് യാത്രയിൽ. ചിലത് നമ്മളത് ഇങ്ങനെ എങ്ങോട്ടൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അത് വേറെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേറെ ആർക്കെങ്കിലും പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ യാത്ര ഓൺ ചെയ്തിട്ടുണ്ട്. അത് ഓല ക്യാബാണ്. ഓല ക്യാബിൽ നെഗറ്റീവ് ബാലൻസ് ഒന്നും കാണത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ശനിയാഴ്ച ഓടിയിട്ടില്ല, അതുകൊണ്ട് നെഗറ്റീവ് ഇല്ല. ഓക്കെ, അത് പുറത്തേക്ക് പോയി, ക്ലോസ് പോയി. ഓക്കെ, അപ്പോൾ അതും ഓൺ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടുന്ന് അടി കുറവാണ്. നമ്മൾ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചില സമയത്തൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ചില കണ്ടിന്യൂസ് ആയിട്ട് അടി വരാറുണ്ട് ചില സമയത്തൊക്കെ. മറ്റു ചില സമയത്ത് അടിക്കാറേ ഇല്ല. ഇപ്പോൾ യൂബറിൽ എന്തോ നെഗറ്റീവ് ബാലൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ പേ ചെയ്തില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം നമുക്ക് നെഗറ്റീവ് ബാലൻസ് സോറി, ഞാൻ പേ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ബാലൻസ് ഇല്ല കേട്ടോ. അപ്പോൾ 48 രൂപ യൂബർ ഫീസാണ് നമ്മുടെ ശനിയാഴ്ച ഓടിയതിൻ്റെ. അപ്പോൾ ആ കാര്യത്തിലും കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഓൺലൈനിൽ പോവാം. ഓൺലൈനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പ് ഇന്ന് തിങ്കളാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഇറങ്ങണം. ഒരു 6 ദിവസം. കാരണം 6 ദിവസം 6 മണിക്കെങ്കിലും മിനിമം ഇറങ്ങണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളതും റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രിപ്പുകൾ ഇഷ്ടംപോലെ കിട്ടും. എല്ലാവരും 2 ദിവസം നാട്ടിലൊക്കെ പോയിട്ട് വന്ന ഒരു തിരക്കായിരിക്കും. മറ്റേ സ്റ്റുഡൻസ് എല്ലാം പോയിട്ട് വന്ന ആ ഒരു ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച അങ്ങനെ രാവിലെ നല്ല ഓട്ടം വരാറുണ്ട് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അതുപോലെ തന്നെ ഈ എയർപോർട്ടിലേക്കും നല്ലപോലെ അടിക്കാറുണ്ട് അതിരാവിലെ ഉണ്ടോ, ഈ സമയത്തല്ല കേട്ടോ. അപ്പോൾ ഇന്ന് സമയം ഇപ്പോൾ 10:10 നമുക്ക് എപ്പോഴാണ് ട്രിപ്പ് കിട്ടണേന്ന് നോക്കാം. ഇന്നെങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. കാരണം വെള്ളിയും ശനിയും, വെള്ളിയല്ല വ്യാഴവും ശനിയാഴ്ചയും നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട്. വണ്ടി ഒരുവിധം ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിലെത്തിയിട്ടുണ്ട്. എല്ലാതും ഡെയിലി അങ്ങനെ കിട്ടണമെന്നില്ല, അതൊക്കെ നമ്മുടെ ലക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ഓട്ടോ ഒന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറിയൊരു ലോക്കൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി എടുക്കാം കേട്ടോ. എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിയ യൂബറിൽ കിട്ടിയ ആദ്യത്തെ ട്രിപ്പ് അത് കഴിഞ്ഞായിരുന്നു കേട്ടോ. കണ്ടില്ലേ, 150 രൂപ പേയ്മെൻറ്റ്. ലോക്കലാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കണ സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ എങ്ങാണ്ടും 1 കിലോമീറ്റർ ഉള്ളൂ പിക്കപ്പ് ലൊക്കേഷനിലേക്ക്. അവിടെ നിന്ന് വീണ്ടും 1.5 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. പക്ഷേ ഡ്രോപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്തിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണ വീടിൻ്റെ അടുത്തായിട്ട് വരും. അതായത് ഹെൽത്ത് സെൻറ്റർ. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെറും 300 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഞാൻ മറ്റേ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ തന്നെ വരുമെന്ന്. കണ്ടില്ല, 150 രൂപയാണ്. അതായത് 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടിക്കോ. അങ്ങനെയാണെങ്കിൽ പോലും 1 കിലോമീറ്ററിന് നമുക്ക് 35 രൂപ വെച്ച് ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കോമഡിയും കൂടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം.
വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെറുതെ എടുത്തു നോക്കിയപ്പോൾ കണ്ട കേട്ടോ, അതായത് ഇൻബോക്സിൽ ഇപ്പോൾ ഇത് കണ്ടാലറിയാം, ഈ ഇൻബോക്സ് കണ്ടാലറിയാം 2 മിനിറ്റ് ആയിട്ടുള്ളൂ മെസ്സേജ് വന്നിട്ട്. അപ്പോൾ നമ്മൾ യൂബർ ഇതിങ്ങനെ എഴുതിയേക്കുന്നത് യൂബറിന് 3 ദിവസത്തിൽ പേയ്മെൻറ്റ് നൽകേണ്ടതുണ്ട്. എത്ര രൂപ പേയ്മെൻ്റ് ആണെന്ന് നോക്കിയേ, 98 രൂപ 75 പൈസ കൊടുക്കാനായിട്ടാണ് ഇപ്പോഴേ അവർ മെസ്സേജ് അയക്കുന്നത്. ഒരു 500 രൂപ ഒരു 300-ന് മേളിലേക്ക് വന്ന് മെസ്സേജ് അയക്കാൻ ഒരു അന്തസ്സുണ്ട്. നോക്കിയേ 98 രൂപ ഇത് വന്നേക്കുക. മറ്റേ അതായത് മെസ്സേജ്, അതായത് പേ ചെയ്യണം എന്ന് വാണിംഗ് തന്നതിൻ്റെ സിമ്പിളാണ് ഈ ഡാർക്കായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റേ ഈ പേ ബൈ 1 അത് എഴുതിക്കണ പോലെ ബ്ലാക്ക് ലെറ്ററിലേ വരാറുള്ളൂ. പക്ഷെ എന്താണല്ലേ ഈ യൂബറിന് നമ്മൾ വിശ്വാസമില്ലാതായി. ഒരു 98 രൂപ പോലും മെസ്സേജ് അയച്ചു തുടങ്ങി. അത് മറ്റുള്ള എന്തിട്ടാണ്, അതും ഞാൻ ഡെയിലി ഒരു 100-200 നമുക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പേ ചെയ്യണം. എന്നോടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. മോശമായിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണോ അതോ പാർക്ക് ചെയ്യണ സ്ഥലത്ത് നിന്നിട്ട് വെയിറ്റ് ചെയ്യണോ? പാർക്ക് ചെയ്യണ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 300 മീറ്റർ മാറിയാലാണ് നമ്മുടെ, ഇപ്പോൾ 300 അല്ല, ഇവിടുന്ന് ഒരു 100-150 മീറ്റർ മാറിയാലാണ് നമ്മുടെ പാർക്ക് ചെയ്യണ സ്ഥലം. അപ്പം നമുക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്യാം. വെറുതെ എന്തിട്ടാണ് റോഡ് സൈഡിൽ വണ്ടിക്കും മറ്റു വണ്ടികൾക്ക് ബുദ്ധിമുട്ടാക്കി പാർക്ക് ചെയ്യേണ്ട. ഓരോരുത്തതിന് ഒരു ചെറിയൊരു റോഡാണ്. ഇതുവഴി വല്ല ടെമ്പോയും മറ്റു കാര്യങ്ങളും വലിയ വണ്ടികളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറ്റി നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് തന്നെയാണ്, അറിയാലോ, ഡെയിലി കാണിക്കാറുള്ള. അതെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ട്രിപ്പ് റഡാർ എന്ന് പറയും. വെരി ഗുഡ്. അത് തന്നെ ഇങ്ങനത്ത് കയറി വന്ന് അറിയാം, ആരും എടുക്കാനില്ലെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങോട്ടേക്കുള്ള തൊട്ടടുത്ത് തന്നെയാണ്, പോയി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് കടുങ്ങല്ലൂരിൽ നിന്ന് എടുത്ത 2ാമത്തെ ട്രിപ്പ്, അത് ആലുവയിലേക്കായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ 3ാമത്തെ ട്രിപ്പ് കിട്ടിയത്. അത് ട്രിപ്പ് റഡാറിലായിരുന്നു. അതായത് ട്രിപ്പ് റഡാറിൽ വന്ന ആദ്യത്തെ, അത് എനിക്ക് ഡെയിലി വരാറുണ്ട്, പക്ഷേ ആദ്യമായിട്ട് കിട്ടിയ ട്രിപ്പ് ഇന്നാന്ന് മാത്രം. അത് എടപ്പള്ളിയിലേക്കായിരുന്നു. അത് പക്ഷേ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ആളുടെ വീട്ടിൽ നിന്നായിരുന്നു. പഴയ സിനിമയിലൊക്കെ പുലിയായിരുന്നു പുള്ളിക്കാരൻ. വില്ലൻ കഥാപാത്രങ്ങളിലൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ശൈലി. ഇപ്പം നമ്മൾ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ വീട്ടിൽ വന്നാൽ പോലും ആ ഒരു ശൈലിയിലായിരിക്കും വിളിക്കുന്നത്. വെൽക്കം മൈ ബോയ് എന്ന്, ആ ഒരു ശൈലി. മീൻസ് ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ട്രിപ്പ് കിട്ടിയത്. അത് അവരുടെ റിലേറ്റീവ്സ് ആയിരുന്നു മറ്റേ എടപ്പള്ളിയിലേക്ക് പോകാനായിട്ട് വിളിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായി, ഒരു വലിയൊരു ബംഗ്ലാവ് പോലെ ഇരിക്കുന്ന വീടാണ്. നമ്മുടെ തോട്ടുപോം ആ സൈഡാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം എനിക്ക് വഴി തെറ്റിപ്പോയായിരുന്നു, വേറൊരു വഴി കയറിയത്. അപ്പോൾ അവർക്ക് ഓൾറെഡി നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി പ്രോപ്പർ ലൊക്കേഷനിലല്ല അതിനകത്ത് ഇത് അവർ കൊടുത്തേക്കുന്നത് പ്രോപ്പർ ലൊക്കേഷനില്ല. അപ്പം തന്നെ ആ റിലേറ്റീവ്സിലുള്ള ഒരു പയ്യൻ നമുക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ പുറത്തേക്ക് റോട്ടിൽ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടി വീണ്ടും ഞാൻ അപ്പോൾ കയറിയ റോട്ടിൽ നിന്ന് റിവേഴ്സ് എടുത്ത് വളച്ചിരിച്ച് നേരെ പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ ആളെന്നെ കണ്ടായിരുന്നു. അപ്പോൾ അയാളെ കൂട്ടിക്കൊണ്ട് പിക്ക് ചെയ്യേണ്ട വീട്ടിൽ ചെന്നപ്പോഴാണ് പുറത്ത് ആ ഗേറ്റിൻ്റെ അവിടെ മതിൽമ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുക. അപ്പം തന്നെ എൻ്റെ കിളിയായിട്ട് പോയി ദൈവം, ജോസ് പ്രകാശിൻ്റെ വീട്. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ബംഗ്ലാവ് പോലെ, നമ്മളെന്താ പറയുക, കറക്റ്റ് ആ സിനിമ, നമ്മൾ പണ്ടത്തെ സിനിമയിൽ ആ വില്ലന്മാരുടെ ഒരു കേന്ദ്രത്തിലേക്ക്, മീൻസ് എന്താ പറയുക, പല സിനിമയിലും ഉള്ളതുപോലെ ഒരു നല്ലൊരു ബംഗ്ലാവ് വെച്ച് നല്ല ഉള്ളിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ, വണ്ടി ഉള്ളിൽ കയറ്റി നല്ല പോലെ വിളിക്കുക. നമ്മൾ സാധാരണ ഇതുപോലെയൊക്കെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വളയ്ക്കാനായിട്ട് ഇത്തിരി
ഇതാവാറുണ്ട്, ടൈറ്റ് ഏരിയ ആയിരിക്കും. പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് ഫ്രീ ആയിട്ട് വളയ്ക്കാം. അപ്പോൾ ഞാനപ്പോൾ തന്നെ മറ്റേ കസ്റ്റമറിൻ്റെ അത് ചോദിച്ചായിരുന്നു, ഇത് ജോസ് പ്രകാശ് എന്ന് പറയുന്നത് സിനിമയിലെ അഭിനയിച്ച ജോസ് പ്രകാശ് അതല്ലേ? എൻ്റെ പൊന്നെ, അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരിത്. സംഭവം നമ്മൾ യൂബറിൽ ഈ ടാക്സി ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ, അതായത് യൂബർ പോലെ ചില സമയത്ത് യാത്രയില്ലേ, എങ്കിൽ ഇതുപോലെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ വീടോ ഫ്ലാറ്റോ അങ്ങനെ അവരുടെ തന്നെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെറിയ സെലിബ്രിറ്റീസൊക്കെ ഇതുപോലൊക്കെ വിളിക്കാറുണ്ട്, യൂബറും പോലെയൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും അവരൊക്കെ ശരിക്കും ഇപ്പോൾ പുതിയ സെലിബ്രിറ്റീസിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇത് ഇപ്പോൾ ഇന്ന് കിട്ടിയ ആളുടെ അത്ര ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ജോസ് പ്രകാശ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ജോസ് പ്രകാശിൻ്റെ പല ഡയലോഗുകളും മനസ്സിലേക്ക് കയറി വേണ്ടിയാണ്. അയ്യോ, അപ്പോൾ അത് നേരെ എടപ്പള്ളി കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. നല്ല എന്തുട്ടാണ് സാധാ മീൻസ് നല്ല സൈലൻറ്റ് ഫാമിലിയാണ്. കയറിയപ്പോൾ തന്നെ കാര്യമായിട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ കാര്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ പകുതിയും വേറെ ഏതോ ഭാഷയാണ്, ഇംഗ്ലീഷ് അല്ലെന്ന് മനസ്സിലായി. അവർ എനിക്കൊന്ന് സ്റ്റേ ചെയ്യണ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഷ ആയിരിക്കുമല്ലോ, ഇംഗ്ലീഷാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതങ്ങനെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം 4ാമത്തെ ട്രിപ്പ് കിട്ടിയത് എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ചിറ്റേത്തുകരയിലേക്കായിരുന്നു. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ശേഷം ജിയോൻ്റെ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ തന്നെ നമ്മുടെ ആകാശവാണിയുടെ മുമ്പിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്, ഈ റോട്ടിൽ. അപ്പോൾ ആകാശവാണി അറിയാലോ, ആകാശവാണി എന്തിട്ടാണ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, അത് ആ സാധനത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് DLF ഫ്ലാറ്റ്. നമ്മുടെ പക്ഷവിഷബാധയൊക്കെ ഉണ്ടായില്ലേ വെള്ളത്തിൽ കൂടെ, മറ്റേ വയറിളക്കമൊക്കെ ഉള്ളത് 300 പേർക്ക്. അതൊക്കെ വല്ലാത്തൊരു ട്രാജഡി, വല്ലാത്തൊരു സാധനം. മണ്ടാരം 1-2 പേർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഫ്ലാറ്റിൽ 300 പേരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കേസോ. എൻ്റെ പൊന്നോ. അപ്പോൾ ഇത് തിളപ്പിച്ച മീൻസ് ചൂടാക്കി കുടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവുമോ എനിക്കറിയില്ല. ഇനി എല്ലാവരും ചൂടാക്കാതെയാണ് കുടിക്കണേ, അറിയില്ല കേട്ടോ. നമുക്കിതുവരെ അങ്ങനത്തെ ഒരു ഈ ഭക്ഷണം കഴിച്ചിട്ട് പ്രോബ്ലം വന്നിട്ടെന്നല്ലാതെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കഴിച്ചിട്ടില്ല. സാധാരണ 300 പേർക്കൊക്കെ ഇതാകുമ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് ചെയ്യാതെയാണ്, മീൻസ് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല, അത് അവരുടെ കാര്യങ്ങളാണല്ലോ. പിന്നെ ആകെ നമുക്ക് കിട്ടിയ ട്രിപ്പ് ഇപ്പോൾ 4 ട്രിപ്പിലും കൂടെ 781 രൂപയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവസാനം കിട്ടിയ ട്രിപ്പിന് കിട്ടിയ എമൗണ്ട് 193 രൂപ. പിന്നെ നമ്മുടെ ജോസ് പ്രകാശിൻ്റെ ഫാമിലി ട്രിപ്പ്, അവരുടെ ട്രിപ്പ് 313 രൂപ അവരുടെ ട്രിപ്പ് കിട്ടി. അതിനു മുമ്പ് കടുങ്ങല്ലൂരിൽ നിന്ന് ആലുവയിലേക്ക് 164 രൂപയുടെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് കടുങ്ങല്ലൂരിൽ നിന്ന് കടുങ്ങല്ലൂരിലേക്ക് തന്നെ വെറും 150 രൂപ ട്രിപ്പ് ലോക്കൽ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ സമയം ഇത്രയായി. ഇനിയിപ്പോൾ ഓൺ ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് ഇനി ഇത്രയ്ക്കും നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഭക്ഷണം കഴിക്കാൻ കിട്ടത്തില്ല. ഈ റോഡെന്ന് പറയുന്നത് ഇനി ഏതാനും ആഴ്ചകളോ മാസങ്ങളോ കൂടിപ്പോയി കഴിഞ്ഞാൽ 1-2 ഒരു മാസം അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ ഈ റോഡ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റണ സിറ്റുവേഷൻ. കാരണം വെച്ചാൽ അങ്ങോട്ടൊക്കെ നമ്മുടെ ഈ റോഡിൽ നിന്ന് ഇൻഫോ പാർക്കിൻ്റെ വാട്ടർ മെട്രോ ആ ഭാഗത്തേക്കൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇൻഫോ പാർക്ക് ജംഗ്ഷൻ വരെ പണി തുടങ്ങിയിട്ടുണ്ട്, സെപ്റ്റിൻ്റെ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡിൻ്റെ നടുക്ക് വർക്ക് തുടങ്ങിയിട്ടാണ് ഈ റോഡിൽ കൂടെ നമുക്ക്, അതായത് ഇപ്പോൾ ഈ തട്ടുകട വെച്ചേക്കണ ഈ തട്ടുകടയൊക്കെ മാറ്റിയിട്ട് ഈ റോഡിൽ കൂടെ ആയിരിക്കും നമുക്ക് റണ്ണിങ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പഴയ പോലെ പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, നേരെ മൂവിങ് ഉണ്ടാവുള്ളൂ. നടക്കട്ടെ സംഭവം. പക്ഷേ എന്തിട്ടാണ് മെട്രോ ഇതൊക്കെ വരട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ
എന്ന് വെച്ചാൽ എല്ലാവരും ഇതുവഴി ചെയ്യുമെന്ന് വെച്ചാൽ അതും അറിയില്ല കേട്ടോ. ചിലവർ പേഴ്സണലായിട്ട് ടാക്സി മെയിനായിട്ട് നമുക്ക് യൂബറുകാർക്ക് ഓട്ടം കുറയും. മെട്രോ വന്ന് കഴിയുമ്പോൾ പകുതി മുക്കാലും പേര് അതിനകത്തേക്ക് മീൻസ് ഭയങ്കര ട്രാഫിക്കാണ് പീക്ക് ടൈമിലൊക്കെ. അപ്പോൾ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുകൂടാണ്ട് യൂബറുകാർക്ക് പിന്നെ അതിനുശേഷം ഈ ഇൻഫോ പാർക്ക് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ നിന്നുള്ള ഓട്ടോ ഉണ്ടാവുള്ളൂ. ഈ മെട്രോ അങ്ങോട്ടേക്ക് പോസിബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇത് മറ്റേ പകുതി മുക്കാലും പേരും മെട്രോയിൽ പോകാനായിട്ട് നോക്കും. അത് ഉറപ്പുള്ള കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇടയ്ക്കൊന്ന് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് മെട്രോയിലേക്കോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഇടച്ചെറിയുന്ന മെട്രോയിലേക്ക് അങ്ങനെ ചെറിയ ലോക്കലൊക്കെ കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും വരട്ടെ, നമുക്ക് എല്ലായിടത്തും. കാരണം വെച്ചാൽ നമ്മൾ പോലും ചില സമയത്ത് നമുക്ക് പോലും ആവശ്യം വരാറുണ്ട് മെട്രോ. അപ്പോൾ അത് ഇത് ഭയങ്കര ബ്ലോക്കായിട്ട് കുരുങ്ങി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരട്ടെ. അപ്പോൾ അത്രയും ബ്ലോക്കും കുറഞ്ഞ് കിട്ടും. പിന്നെ എമർജൻസി ആയിട്ട് പോകാനുള്ളവർക്ക്, അതായത് ഇപ്പോൾ അടുത്ത് എല്ലാവരും മെട്രോ ഇപ്പോൾ തന്നെ പോകുന്നൊന്നുമില്ല. ഇപ്പോൾ കളമശ്ശേരി പോകാനുള്ളവരൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് കളമശ്ശേരിയോ അല്ലെങ്കിൽ നമ്മുടെ വള്ളത്തോൾ ജംഗ്ഷൻ പുക്കാട്ടുപടി അങ്ങോട്ടൊക്കെ പോകാനുള്ളവരാണെങ്കിൽ പോലും യൂബർ വിളിച്ചാലേ പറ്റുള്ളൂ. യൂബർ അല്ലെങ്കിൽ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇറക്കാനായിട്ട് അങ്ങനെ നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് എയർ ഫ്രഷ്നറൊക്കെ ഇട്ട് വണ്ടി ഒന്ന് കൂളിംഗ് ഒക്കെയാണ്. ഒന്ന് മറ്റേ എയർ ഫ്രഷ്നറിൻ്റെ സ്മെല്ല് എല്ലായിടത്തേക്കും ഒന്ന് ഇത് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതുപോലത്തേന് ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കൂളിങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ആപ്പുകളെല്ലാം ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടുന്ന് ആരാ ഫസ്റ്റ് ട്രിപ്പ് അടിക്കണേന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഇവിടുന്ന് 2 ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് എപ്പോഴും 2 അല്ല 3 ചാൻസ് ഉണ്ട്. 3 മെയിനായിട്ട് ഇതൊരു മറ്റേ കൂടുതലും ഫ്ലാറ്റുകൾ കൂടുതലുള്ളൊരു എന്താ പറയുക, തൃക്കാക്കര നഗരസഭയല്ലേ അത്, എന്താണെങ്കിലും ഫ്ലാറ്റുകൾ കൂടുതലുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുമാത്രമല്ല ഇൻഫോ പാർക്ക്, പിന്നെ സെക്രട്ടേറിയറ്റ്, ഇതെല്ലാം ഏകദേശം തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഈ 3 ആപ്പും ഇവിടെ ബുക്കിങ്ങിന് ആളുണ്ട്. അപ്പോൾ യാത്രയ്ക്കും അടി വരാം, ഓല ക്യാബിനും അടി വരാം, യൂബറിനും അടി വരാം. ഇവിടെ ഇൻഫോ പാർക്കിൽ ഏറ്റവും കൂടുതൽ ഓലയ്ക്ക് അടി കിട്ടുന്നത് ഇൻഫോ പാർക്കിൽ നിന്നാണ് കേട്ടോ. അത് എപ്പോഴും കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ഓലയ്ക്ക് മറ്റേ ഇതിനാണ്, നമ്മുടെ യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫോ പാർക്കിന് ഫസ്റ്റ് ചോയ്സ് ഉള്ളത്. അവിടുത്തെ ടെക്കികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്നത് താനും. നമുക്ക് യൂബറിലേക്ക് എടുക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു, വല്ലാതെ തെറ്റായോ ഉറക്കക്ഷീണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും പെട്ടെന്ന് ട്രിപ്പ് അടിച്ച് വിടുന്നു. ഓക്കെ, എല്ലാം 3 ഓൺലൈനാക്കിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യൂബറിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. യൂബറിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയേക്കുന്നത്. അത് DLF നിന്നാണ്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. നമ്മുടെ ഓപ്പോസിറ്റ് തന്നെയാണ്, ഇത് ഈ ഫ്ലാറ്റിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ DLF കാക്കനാട്ടിൽ നിന്ന് എടുത്ത ട്രിപ്പ് വൈറ്റില ഹബ്ബിൽ ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണിയാമ്പുഴ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഉള്ള മറ്റേ എന്താ പറയുക, ഇവിടെ ഒരു മറ്റേ മെർമെയ്ഡ് ഹോട്ടലിൻ്റെ ആ വഴിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ അധികം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് മറ്റേ ഹൗസിംഗ് കോളനിയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അവരുടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാക്കിൽ കാണുന്നതാണ് കണിയാമ്പുഴ പാലം. ഇത് പിന്നെ ഏതോ വർക്കിൻ്റെ ഭാഗമായിട്ട്, മെട്രോൻ്റെ ആണോന്ന് അറിയില്ല, വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാം. ഏകദേശം ഈ സാധനം ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനിവിടെ പാർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇവിടെയാണ് ഈ കണ്ട വഴിയിലേക്കാണ് വണ്ടി ഇറക്കിയിടാറ്. അവിടെ ഇപ്പോൾ ചെള്ളായിട്ടിരിക്കുക, മൊത്തത്തിൽ ചെളിയായിട്ടിരിക്കുക. അപ്പോൾ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ടയറൊക്കെ വൃത്തികേടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, ആവശ്യത്തിന് സ്ഥലമുണ്ട് വണ്ടി പോകാനായിട്ട്. നമുക്ക് കണ്ടില്ലേ, ഇത്ര സ്പേസ് ഉണ്ട്, വണ്ടി സിമ്പിളായിട്ട് പോയിക്കോളും, വലിയ വണ്ടിയാണെങ്കിൽ പോലും. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ട്രിപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 182 രൂപയാണ് ഇപ്പോൾ കിട്ടിയ ട്രിപ്പിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ എല്ലാ ആപ്പും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വൈറ്റിൽ നിന്ന് ഓട്ടം കിട്ടിയേക്കുന്നത് ഒല ക്യാബിനാണ്, എടപ്പള്ളിയിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയി എടുക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വൈറ്റിൽ നിന്ന് എടുത്ത ഒല ക്യാബിൻ്റെ ഓട്ടം അത് വൈറ്റിലെ ടോക്കറ്റ് റോഡിലായിരുന്നു. അപ്പോൾ നല്ലപോലെ വെയിറ്റിങ്, നല്ലപോലെ ഡിലേ ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് വൈറ്റിലെ സിഗ്നലിൽ അവിടെ എത്തിയപ്പോൾ തന്നെ സിഗ്നൽ വീണു റെഡ്. പിന്നെ ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റോളം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. 2 അല്ല, അതിൽ കൂടുതൽ നിൽക്കേണ്ടി വന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏറ്റവും അവസാനം അവിടെ ചെന്നപ്പോൾ കസ്റ്റമർ ചോദിച്ചു എന്തായിരുന്നു വൈറ്റിലയിൽ പ്രശ്നം, ട്രാഫിക് ആയിരുന്നു. ഞാൻ സിഗ്നല് റെഡ് കത്തി, അതുകൊണ്ടാണ് പണി. ഓക്കെ, അപ്പോൾ വേറെ കുഴപ്പമൊന്നും കസ്റ്റമർ പറഞ്ഞില്ല, ഭാഗ്യം. ഞാൻ വിചാരിച്ചത് ആദ്യം കസ്റ്റമർ നമ്മുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമെന്നാണ് വരാൻ വൈകുമ്പോൾ. അതെന്തായാലും ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്നുള്ള ഓട്ടം ഇവിടെ എടപ്പള്ളി ലുലുമാളിലേക്കായിരുന്നു, ഒല ക്യാബിലായിരുന്നു ഓട്ടം. അപ്പോൾ നമ്മൾ ലുലുമാളിൽ ചെന്ന് അത് ഡ്രോപ്പ് ഓഫ് ചെയ്ത് ക്ലോസ് ചെയ്ത് നേരെ യൂബർ ഓൺ ചെയ്തിട്ട്, പക്ഷേ ഇറങ്ങണ തൊട്ട് ഈ നേരം വരെ ഇപ്പം നമ്മൾ പത്തടിപ്പാലം അല്ല, മറ്റേ അതെ പത്തടിപ്പാലം, മറ്റേ കേരള മ്യൂസിയത്തിൻ്റെ കേരള ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ശോകമുണ്ടോ, ട്രിപ്പ് അധികമില്ല, വളരെ കുറവാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോണേണ്, നേരെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് ഹോം ഡെസ്റ്റിനേഷൻ ഇപ്പോഴും ഇട്ടേക്കാം. ഇപ്പോൾ തന്നെ 4:45 ഇനിയിപ്പോൾ ട്രിപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാലടിച്ച് വീട്ടിലെത്തേണ്ടി വരും. ഹോം ഡെസ്റ്റിനേഷൻ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ ഒല ക്യാബിൽ എയർപോർട്ട് സെറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കിട്ടുമെന്ന് നോക്കാം. കിട്ടുമെന്ന് ഉറപ്പ് ഈ സമയത്തുകൊണ്ട് പിന്നെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം കിട്ടുമില്ലെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹോം ഈ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് ആരാണെന്ന് നമുക്ക് ഫസ്റ്റ് ഓട്ടം തന്നെയെന്ന് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോഴും പത്തടിപ്പാലത്ത് തന്നെയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് പോലും ട്രിപ്പ് അടിച്ചില്ല. നമുക്ക് അല്ലാതെ ട്രിപ്പ് അടിക്കാമായിരിക്കും, പക്ഷെ നമുക്ക് ഇത്രയും ടൈമായി, അതായത് ഇനി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ട്രിപ്പ് അടിക്കാനുള്ള സാധ്യത കണ്ടിട്ട് ഇന്ന് ഇത്തിരി ശോകമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടത്. എന്നിട്ട് പോലും ആ റേഞ്ചിലുള്ളത്, അതായത് മീൻസ് കളമശ്ശേരി അങ്ങനെ ലോക്കൽ പോലും അടിച്ചിട്ടില്ല. അപ്പോൾ ഒല ക്യാബിൽ ഓൾറെഡി നമ്മൾ ഡെസ്റ്റിനേഷൻ റിമൂവ് ആയപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 45 മിനിറ്റ് ഉള്ളൂ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴാണ് ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും ഡെസ്റ്റിനേഷനിലിട്ടിട്ട് ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ നേരെ മൂവ് ചെയ്യണതാണ്, ഹോം ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണതാണ്. പോകുന്ന വഴിക്ക് ഇനി അടിച്ചാൽ നമുക്ക് ട്രിപ്പ് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അധികം നിന്നിട്ട് കാര്യമില്ല, ഇന്നത്തെ ദിവസം മൊത്തം ഷോക്കാണ്. എനിക്ക് ഓൾറെഡി അറിയാം, ഇന്ന് ഇത്തിരി മറ്റേ വൈറ്റിലേക്ക് ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അവിടെ നല്ലപോലെ പെയിൻറ്റിങ് വന്നപ്പോൾ പോസ്റ്റ് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര ഷോക്കൊന്ന്. എന്നാലും നോക്കാമെന്ന് വിചാരിച്ചു തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് മൂവ് ചെയ്യാം. പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടിയാൽ നമുക്ക് ആ ട്രിപ്പ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് ആ ബജിക്കട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബജിയും കഴിക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് വന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തം ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് കാണിച്ചു കേട്ടോ, ഇന്ന് വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ല, മൊത്തം 69 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ആക്കട്ടെ, 69 കിലോമീറ്റർ അത് ഓടിയിട്ടുണ്ട്.
കണ്ട ഇപ്പോഴും ഉണ്ട് ഹോം ഡെസ്റ്റിനേഷനിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ എത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഇത് ചെയ്യട്ടെ, ഓഫ് ചെയ്യട്ടെ. അപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഇതും ഹോം ഡെസ്റ്റിനേഷനിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് എയർപോർട്ടിലേക്കാണെന്ന് ആലോചിക്കണം. എന്നിട്ട് ഇവിടെ ഒന്നും ഒരു അടി പോലും ഇല്ല. ഇവിടെ സാധാരണ അടി കിട്ടാറുണ്ട്, നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ ഫെഡറൽ ടവറിൽ നിന്ന് കിട്ടാറുണ്ട്. ഫെഡറൽ വില്ല, അത് ഇവിടെ കൈൻഡിക്കരയിൽ ഒരു ഫെഡറൽ വില്ല എന്ന് പറഞ്ഞൊരു വില്ലയുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഇവിടുന്ന് അക്വാ സിറ്റിയിൽ നിന്ന് കോട്ടപ്പുറം അക്വാ സിറ്റിയിൽ നിന്നാണ് മെയിനായിട്ട് എയർപോർട്ട് കിട്ടാറ്, ഒലയിൽ നിന്നൊക്കെ. അപ്പോൾ ഇത് രണ്ടും പോക്കായി. ഇതിന്ന് അനങ്ങിയിട്ട് പോലുമില്ല യാത്ര, പേരിന് പോലും ഒന്നും ആരും വിളിച്ചില്ല. എന്ത് പറ്റിയെന്നാ പോവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ ഇന്ന് മൊത്തം 1170 സംതിങ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ന് നമുക്ക് ചിലവായ ഫ്യൂവൽ എന്ന് പറയുന്നത് ഇന്ന് ശനിയാഴ്ച അടിച്ചത് 500 രൂപക്ക് ലാസ്റ്റ് വീട്ടിലേക്ക് വരാൻ നേരത്തെ അടിച്ചിട്ടുണ്ടായി. അപ്പോൾ 500 രൂപ അടിച്ചതിൽ ഇന്നലെ 200 രൂപയുടെ ഡീസലെങ്ങാണ്ടും പേഴ്സണൽ യൂസിന് കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 300 കൂട്ടിയാൽ മതി ബാക്കി ഡീസൽ. 300 രൂപ ഡീസൽ ഉണ്ടെങ്കിലും ഇപ്പം ഏകദേശം നമുക്ക് ഇന്നൊരു 500 രൂപയുടെ ഡീസൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിലിപ്പോൾ ഒരു 100 രൂപയുടെ ഡീസൽ കൂട്ടിയാൽ മതി. അപ്പം മൊത്തം പോട്ടെ, ഒരു 500 രൂപ കൂട്ടാം. ഇന്ന് ഡീസലിനായിട്ട് ചിലവായത് ഡീസൽ കത്തിയിരിക്കുന്നത് ഒരു 500 രൂപയുടെ ഡീസൽ കത്തിയിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ 500 രൂപ ഡീസൽ കത്തിയിട്ടുള്ളൂ. പിന്നെ യൂബർ ഫീസ് 49. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു 600 രൂപ ലാഭം കിട്ടിയിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ആകെ കിട്ടിയേക്കണ ലാഭം എന്ന് പറയുന്നത് 600 രൂപ 500 രൂപ റേഞ്ചുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഡീസലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ടുള്ളൊരു കണക്ക് എങ്ങനെ പോയാലും ഒരു 500 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 600 രൂപ ആ റേഞ്ചേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കുഴപ്പമൊന്നും വെച്ചാൽ ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയില്ല. നമുക്ക് എടപ്പള്ളിയിൽ നിന്ന് കല്ലിടിക്കേണ്ടി വന്ന്. അത് പിന്നെയും സാരമില്ല. കാരണം വെച്ചാൽ ഈ എടപ്പള്ളിയിൽ നിന്ന് എടപ്പള്ളി വരെയെങ്കിലും ട്രിപ്പ് കിട്ടിയല്ലോ, അത് തന്നെ ധാരാളമാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് നമ്മുടെ ജോസ് പ്രകാശിൻ്റെ വീട് കാണാൻ പറ്റിയതും അവരുടെ തന്നെ റിലേറ്റീവ്സ് യൂബർ ബുക്ക് ചെയ്തൊക്കെ ആണ്. അതെനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എന്തൊക്കെ പറയൂലേ അതന്നെ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സെലിബ്രിറ്റികളുടെ വീട്ടിൽ നിന്ന് യൂബർ ബുക്കിംഗ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു മഴയും കൂടിയുണ്ട്, കൂളിംഗ് ആയിട്ടുള്ളൊരു ഗുഡ് നൈറ്റ്. ഓക്കെ.